ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. നമ്മുടെ IBPS ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാം പാറ്റേൺ, എങ്ങനെയാണ് എക്സാം നടക്കുന്നത്, എന്തൊക്കെയാണ് ആ എക്സാമിൻ്റെ ഒരു പാറ്റേൺ, ഒരു ഐഡിയ തരാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. IBPS എക്സാമൊക്കെ, RRB എക്സാം, അതേപോലെ IBPS ക്ലർക്ക് എക്സാം, IBPS PO എക്സാം എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. POൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പം തന്നെ വരും. അപ്പോൾ എൻട്രിയിൽ ബാച്ചുകളൊക്കെ ലൈവാണ്, അഡ്മിഷൻസൊക്കെ നടക്കുന്നുണ്ട്. ഓൾറെഡി ഒരുപാട് ബാച്ചുകൾ റൺ ആവുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ 2024 ഗോൾഡ് ബാച്ച് നിങ്ങളൊക്കെ അതിനെക്കുറിച്ച് അറിയാം. എന്നാലും ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തരാം. 4 ലെവലായിട്ടാണ് ബാച്ച് നടക്കുന്നത്. ഇവിടെ ഈ ബാച്ചിൽ ഒന്നും അറിയാത്തൊരു കുട്ടി വരാണെങ്കിൽ ലെവൽ 1 ഫുൾ സിലബസ് കവർ ചെയ്ത് തരും. ലെവൽ 2 നിങ്ങളുടെ വീക്ക്നെസ് കണ്ടുപിടിച്ച് നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും ബിൽഡ് അപ്പ് ചെയ്ത് തരും. ലെവൽ 3 അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷനാണ്, മെയിൻസിലേക്കൊക്കെയുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ലെവൽ 3 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലെവൽ 4 PO പോസ്റ്റുകളിലേക്ക് നടക്കുന്ന ഇൻ്റർവ്യൂ ട്രെയിനിങ്ങും അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ലെവൽ 4 നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ത്രൂ ഔട്ട് കോഴ്സിൽ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. എന്താണ്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. AI പ്രോഗ്രസ് ട്രാക്കർ റിപ്പോർട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോടു കൂടിയുള്ള പ്രോഗ്രസ് ട്രാക്കിംഗ് ആണ് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ത്രൂ ഔട്ട് ഉണ്ടാവുക. ഈ ബാച്ചിനെ കുറിച്ച് അറിയാനായിട്ടും ഈ ബാച്ചുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടും എക്സാംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടും ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഏതാണെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. 7736122215 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നമ്മളുടെ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ ഇൻസ്ട്രക്ഷൻസും, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ അവരുടെ അടുത്ത് ചോദിക്കാം, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിലേക്ക് ആ നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ IBPS ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ഔട്ടാണ്. അപ്പോൾ നമ്മളുടെ എന്താണ് എൻട്രിയിലെ ക്ലാസ്സുകളിലേക്കൊക്കെ കയറാനായിട്ടും ഞാൻ എന്താണ് ഇതിനെക്കുറിച്ച് അറിയാനും അഡ്മിഷൻസ് എടുക്കാനൊക്കെ നേരത്തെ ഞാൻ ഈ പറഞ്ഞ 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്കുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ ആണല്ലോ. ദെൻ നമ്മളുടെ മാഗസിൻ, മന്ത്ലി മാഗസിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്യാപ്സ്യൂളും അവൈലബിൾ ആണ്. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. തികച്ചും സൗജന്യമാണ് കേട്ടോ. നമ്മളുടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു ഫ്രണ്ട് പേജാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. മെയിനായിട്ടുള്ള കാര്യം മറക്കണ്ട, 1/7/2024 തൊട്ട് നമുക്ക് എന്നാണ് 21/7 ലാസ്റ്റ് ഡേറ്റ്. അതേപോലെ നമ്മളുടെ പ്രിലിമിനറി എക്സാം നടക്കുന്നത് ആഗസ്റ്റിലും മെയിൻസ് നടക്കുന്നത് ഒക്ടോബറിലാണെന്നറിയാം. ക്ലിയർ ആണല്ലോ. ജസ്റ്റ് നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം, ടൈം അവസാനത്തേക്ക് വെക്കാതെ. നമ്മളുടെ IBPS ക്ലർക്ക് എക്സാം നടക്കുന്നത് മെയിനായിട്ടും 3 സ്റ്റേജിലാണ്. ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാവും, അതേപോലെ എന്താണ് ഒരു മെയിൻസ് ഉണ്ടാവും, പിന്നെ 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ്, LPT എന്ന് പറയും. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ സ്റ്റേറ്റിലെ മദർ ടങ് എന്ന് പറയും. അതായത് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ടാവും. കേരളത്തിലാണെങ്കിൽ മലയാളം, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്, കർണാടകയിലാണെങ്കിൽ കന്നഡ. അപ്പോൾ ഈ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഉള്ള അറിവ് പരിശോധിക്കാനായിട്ടുള്ള ഒരു എക്സാം ഉണ്ടാവും. ഓക്കെ, അത് ലാസ്റ്റാണ് വരാം. ഇനി ഈ പറയുന്ന പ്രിലിമിനറി എക്സാമിന് പ്രധാനമായിട്ടും നമ്മളുടെ 3 രാജാക്കന്മാർ അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആൾക്കാർ ആരൊക്കെയാണ് പ്രിലിംസിനുള്ളത്? ന്യൂമറിക്കൽ എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് ആൻഡ് ഇംഗ്ലീഷ്. അതിന് ഇൻഡിവിജ്വൽ ടൈമിംഗ് ആണുള്ളത്. 20 മിനിറ്റ് വെച്ച് 3-നുണ്ട്. ടോട്ടൽ 60 മിനിറ്റാണ് 1 മണിക്കൂർ. ഇനി ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ്. റീസണിങ് 35 ക്വസ്റ്റ്യൻ 35 മാർക്കാണ്. QA ന്യൂമറിക്കൽ എബിലിറ്റിയും എത്രയാണ്? 30 ക്വസ്റ്റ്യൻ അല്ല, 35 ക്വസ്റ്റ്യൻ 35 മാർക്കാണ്. അപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ 30 ക്വസ്റ്റ്യനും 30 മാർക്കും. ബാക്കി 2 ആൾക്കാരും എത്രയാ? 35 ക്വസ്റ്റ്യൻ വീതമാണ്, 35 മാർക്ക് വീതമാണ്. ടോട്ടൽ മാർക്ക് 100ലാണ്, 100ലാണ്. 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്. നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിലിമിനറി എക്സാം. ഇതൊരു ക്വാളിഫയിങ് നേച്ചറാണ്. അതായത് പ്രിലിംസ് എഴുതുന്ന നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത് മെയിൻസിലേക്ക് കടക്കുക, ജസ്റ്റ് മെയിൻസിലേക്ക് കടക്കുക എന്നേ ഉള്ളൂ. മെയിൻസിൻ്റെ മാർക്കാണ് നിങ്ങളുടെ എന്തിനെടുക്കുക, സെലക്ഷനായിട്ട് എടുക്കുക. പ്രിലിംസിന് ഫുള്ള് കിട്ടിയാലും ആ ക്വാളിഫൈ ചെയ്ത മാർക്ക് കിട്ടുന്ന ആൾക്കാർ എന്താണ്, ഈക്വലാണ്.
മെയിൻസിൻ്റെ എക്സാമിന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. ഓക്കെ, അപ്പം മെയിൻസ് അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റാ. മെയിൻസിൽ വരുന്നത് ഏതൊക്കെയാണ്? ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, GA എന്ന് പറയുന്ന നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഓക്കെ, ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് ആണ്. അപ്പോൾ ഈ GA നിങ്ങൾ ഡെയിലി തന്നെ പഠിച്ചു പോകണം. ജനറൽ അവയർനെസ് നമ്മൾ ഡെയിലി തന്നെ പഠിച്ചു പോകണം. കാരണം നമ്മളുടെ റാങ്കിങ് മേക്കിംഗ് ഫാക്ടറാണ് എന്ത്, GA. ഓക്കെ, GAയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്താൽ മെയിൻസിന് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് 50 ക്വസ്റ്റ്യനും 50 മാർക്കിലാണ് വരുന്നത്. 35 മിനിറ്റാണ് ഇൻഡിവിജ്വൽ ടൈം ഉള്ളത്. ഇനി ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ് എത്ര ക്വസ്റ്റ്യനാണ് വരുന്നത്? 40 ക്വസ്റ്റ്യൻ 40 മാർക്കാണ്. ഇൻഡിവിജ്വൽ ടൈമിംഗ് ഉണ്ട്, 35 മിനിറ്റാണ്. റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് അത് വരുന്നത് എത്രയാണ്? അത് വരുന്നത് 50 ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ 50 മാർക്കല്ല, 60 മാർക്കാണ്. സമയം എത്രയാണ്? 45 മിനിറ്റാണ്. ലാസ്റ്റ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതെത്രയാണ്? 50 ക്വസ്റ്റ്യൻ 50 മാർക്കാണ്. സമയം 45 മിനിറ്റാണ്. ടോട്ടൽ 190 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 200 മാർക്കിൽ 160 മിനിറ്റാണ് നമുക്ക് എന്ത് വരുന്നത്, ടോട്ടൽ ടൈം വരുന്നത്. ഇതാണ് നമ്മളുടെ ക്ലർക്കിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസും മെയിൻസിൻ്റെ സിലബസും. അപ്പോൾ ഈ മെയിൻസിലെ മാർക്കാണ് നമ്മളുടെ എന്തിനു വരിക, സെലക്ഷൻ പ്രോസസ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ മെയിൻസിന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എന്ത് ലക്ഷ്യം. അതിന് GA വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഇനി നിങ്ങൾ മെയിൻസ് ഒക്കെ എഴുതി നല്ല മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് LPT, റീഡ് റൈറ്റ് ആൻഡ് സ്പീക്ക്, അതായത് എഴുതാനും വായിക്കാനും എന്തറിയണം, സംസാരിക്കാനും അറിയണം ആ ലാംഗ്വേജ്. അപ്പോൾ തമിഴ്നാട്ടിലാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, തമിഴ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. അതിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും. അത് ഓരോ ബാങ്കിനും ഡിഫറെൻ്റ് ആയിട്ടാണ്, അത് ബാങ്കാണ് നടത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഇപ്പോൾ തീരെ അറിയാത്തൊരു ലാംഗ്വേജ് ഉള്ള സ്ഥലത്ത് പോയിട്ടൊന്നും അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഇനി ചിലവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഞാനത് ഇത്ര സമയം കൊണ്ട് പഠിച്ചെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മെയിൻസ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ ഓക്കെയാണ്. മെയിൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും, ഓക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്തായാലും മെയിൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, തമിഴ്നാട്ടിലാണ് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ തമിഴ് പഠിക്കുക, കർണാടകയിലാണെങ്കിൽ കന്നഡ പഠിക്കുക, കേരളത്തിലാണ് ഇപ്പോൾ മലയാളം അറിയില്ല എന്നുള്ളവരും മലയാളം പഠിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനൊരു പ്രിപ്പറേഷൻ്റെ ആവശ്യകതയുണ്ട്. ഇനി അതിൽ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ LPT എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതും നമ്മൾ എന്ത് ചെയ്യണം, പാസ്സാവണം. അതിന് പ്രത്യേക മാർക്കൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ അവർ വായിപ്പിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാൻ തരും, ജസ്റ്റ് റീഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. ആ ടെസ്റ്റ് അങ്ങനെയാണ് നടത്തപ്പെടുക. അപ്പോൾ LPT ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ്, അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ അതിൽ റീഡ് റൈറ്റ് ആൻഡ് സ്പീക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വായിക്കാനും എഴുതാനും സംസാരിക്കാനും എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്ര കാര്യമാണ് നമ്മളുടെ എക്സാം പാറ്റേൺ വരുന്നത്. അപ്പോൾ പ്രിലിമിനറി എക്സാം ഉണ്ട്, മെയിൻസ് എക്സാം ഉണ്ട്, ഒരു LPT ഉണ്ട്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ എന്താണ് എക്സാംസ് ഒക്കെ ഒരുപാട് വിളിക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഒപ്പം തന്നെ റെയിൽവേയിൽ എക്സാം വിളിക്കുന്നുണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിളിക്കുന്നുണ്ട്, അതേപോലെ ബാങ്കും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്, RRB ആൻഡ് ബാങ്ക് എക്സാംസ്. ഓക്കെ, അപ്പോൾ ഈ 3 എക്സാംസിനും വേണ്ടി എൻട്രിയിൽ ഒരു സ്പെഷ്യൽ ബാച്ച് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്പെഷ്യൽ ബാച്ച്. ഈ 3 എക്സാമുകളും കൂടി ഒരൊറ്റ ബാച്ചിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫുൾ സിലബസ് കവർ ചെയ്ത് തരും, എല്ലാ കാര്യങ്ങളും നിങ്ങളവിടെ പഠിപ്പിക്കും. അതായത് ബാങ്കിന് വേണ്ട ഇൻ്റർവ്യൂ ട്രെയിനിങ് അടക്കം ഈ ബാച്ചിൽ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അതുകൂടാതെ ഈ ബാച്ചുകളെല്ലാം വിഷ്വലൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഫാക്കൽറ്റീസ് ആയിട്ടുള്ള 1-to-1 സെക്ഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക്. പിന്നെ എന്താണ്, നമ്മുടെ ഡ്യുവൽ മെൻറ്റർഷിപ്പ് അവൈലബിൾ ആണ്. പ്രീമിയം ലെക്ചേഴ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സുകളിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ഈ ബാച്ചിൽ അവൈലബിൾ ആണ്. ബുക്സ്, സ്റ്റഡി കാർഡ്സ്, അതേപോലെ മോക്ക് ടെസ്റ്റുകൾ എല്ലാം എന്ത് ചെയ്യും, ഈ ബാച്ചിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ച് അറിയാനും ഞാൻ നേരത്തെ പറഞ്ഞ ഫോൺ നമ്പറിലേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഗോൾഡ് ബാച്ചിനെ കുറിച്ചും വരാനായിരിക്കുന്ന എക്സാമുകളെ കുറിച്ചും
എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് നമ്മളുടെ കൗൺസിലിംഗ് ടീം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും IBPS ക്ലർക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമ്മളുടെ എക്സാം നടക്കുന്നത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ തരാനാണ് ഈ വീഡിയോ നമ്മൾ ഇന്നിവിടെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരുന്ന് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.